Good evening, all. Welcome to Crystal. More than 150 participants are there right now. ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ മീറ്റിന്റെ ചെറിയ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആസ് ഓഫ് നൗ, ഈവൻ ദോ വി ഹാവ് വൺ പർച്ചേസ് വൺ. സോ ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. പ്ലീസ് യൂസ് ദ ചാറ്റ് ബോക്സ് ടു കമന്റ്. നിങ്ങൾ ഒരിക്കലും മൈക്ക് ഓൺ ആക്കിയിട്ട് ക്ലാസിന്റെ ഒരു ഡിസ്റ്റർബൻസ് മോഡിലോട്ട് വരുത്തരുത്. പലപ്പോഴും സാഹചര്യങ്ങൾ അറിയണ്ടാവില്ല. താങ്ക്സ് ഫോർ യുവർ ഗുഡ് തംസ് അപ്പ് ഗൈസ്. Yeah, fine. Many students are chatting me via the message option as well. Thank you all. Thank you. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആസ് വി സെഡ് 7 മണിക്ക് തന്നെ നമ്മുടെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ 7 days പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ദീസ് ആർ 4 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഹു ആർ ഗോയിങ് ടു സപ്പോർട്ട് ചെയ്യും. നമുക്ക് ക്രിസ്റ്റലില് ടോട്ടലി 10 വരുന്ന അറൌണ്ട് 10 പേപ്പർ 1 ഫാക്കൽറ്റീസ് തന്നെയുണ്ട്. അപ്പൊ അതിൽ 4 പേരാണ് ഈ ഒരു 7 days നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം May 15th till 21st നമ്മൾ 7 ദിവസത്തെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് എന്താണ് ഈ പേപ്പർ 1, എങ്ങനെ നിങ്ങൾ ഇത് പഠിക്കണം, എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹോപ്പ് യു ഗൈസ് ആർ സൂപ്പർ റെഡി ടു ജോയിൻ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പൊ 7 ദിവസം എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ഡിലേ ആക്കുന്നില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ. സോ 7 ദിവസത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് we are having something very super important programs. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണ് Day 1 ആയിട്ടുള്ള ഇന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നത്. മൈസെൽഫ് സഫൻ, ഡയറക്ടർ ഓഫ് ക്രിസ്റ്റലിന്റെ ഡയറക്ടർ ആണ് ഞാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ Day 1 15th May, അതായത് ഇന്ന് നമ്മൾ ഓറിയന്റേഷൻ, വാട്ട് ഈസ് ദിസ് പേപ്പർ 1 ആൻഡ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ, അതിന്റെ സ്ട്രാറ്റജി, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 45 to 1 hour സെഷൻ ആണ്. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെയുമായിട്ട് നിൽക്കുക. Day 2, ദാറ്റ് ഈസ് ടുമോറോ 16th May, നിങ്ങൾക്ക് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അഡ്വാൻസ് മോഡലിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണമായിട്ട് ഷിബിൻ സാർ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. Day 3 നമുക്കൊരു മിനി മോക്ക് ടെസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾക്ക് നിലവിൽ നമ്മളുടെ ഒരു പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ചെറിയൊരു ഡിസ്കഷനും നമുക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. Day 4 മാത്തമാറ്റിക്കൽ റീസണിങ്, Day 5 ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമായിട്ട് നമ്മുടെ ഫാത്തിമ മിസ് നിങ്ങളോട് ചില പ്രധാനപ്പെട്ട ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വരും. Day 6 PYQs ദ എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ജെറിൻ സാർ നിങ്ങൾക്ക് എന്താണ് എക്സാമിനേഷനിൽ PYQs എങ്ങനെയാണ് വരുന്നത്, അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമ്മള് PYQൽ ചോദിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും പറയുമെങ്കിലും PYQൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുകളുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളുമായിട്ട് ജെറിൻ സാർ നിങ്ങളുമായിട്ട് സംസാരിക്കും. ആൻഡ് Day 7 നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് റിസോഴ്സസിന്റെ ഒരു കിറ്റും നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. വാട്ട് ഈസ് ദി സ്കോളർഷിപ്പ് ടെസ്റ്റ് ആൻഡ് റിസോഴ്സസ് കിറ്റ്? ഡോണ്ട് വറി, അത് നമ്മൾ പതിയെ വഴിയെ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 7 ദിവസത്തെ പ്രോഗ്രാം ആണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ Day 1 കാണിച്ചിട്ടുള്ള ഈ ഒരു ആവേശം ഡെഫിനറ്റ്ലി അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ടോപ്പിക്കിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആർ യു ഗൈസ് റെഡി? കീപ് റെസ്പോണ്ടിങ്. Yeah, many students are still trying to join. Okay. Yeah, fine. Yeah, thank you guys. Thank you for your kind response. Thumbs ups ഒരുപാട് വരുന്നുണ്ട്, സന്തോഷം. ഓക്കെ, ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 150 ആണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റിന്റെ പെയ്ഡ് വേർഷനിൽ നമ്മുടെ ഒരു വേക്കൻസി പറയുന്നത്. There are many students are trying to do that one. Anyhow, we can proceed guys. ബാക്കിയുള്ളവർക്ക് നമുക്ക് റെക്കോർഡിംഗ് സെഷൻസും കാര്യങ്ങളെല്ലാം ലഭ്യമാക്കാം. ഓക്കെ, now we are discussing UGC NET പേപ്പർ 1 എങ്ങനെ നമുക്ക് 80+ മാർക്സ് വാങ്ങിക്കാം. Why I am saying 80+ മാർക്സ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, 80+ എന്ന് പറയുന്ന ഒരു കാര്യം പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം ഏറ്റവും സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളത്. അത് എന്തുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആകുന്നു, എന്താണ് പേപ്പർ 1, ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ ഇത് ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് there will be many students who are preparing for this examination for the very first time. ആദ്യമായിട്ട് എക്സാമിനേഷന് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് പേപ്പർ 1, എന്തുകൊണ്ട് 80+ മാർക്സ്, എന്തൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ റിസൾട്ടിന്റെ ഒരു ട്രെൻഡ്, എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് പേപ്പർ 1-ലുള്ളത്. സോ വാട്ട് ഈസ് പേപ്പർ 1? പേപ്പർ 1 എന്ന് പറയുന്ന ഒരു സിലബസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ പേപ്പർ എന്ന പേരിലാണ്. അപ്പൊ ഇവിടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനാണ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്? സോ ഡെഫിനറ്റ്ലി നമ്മുടെ രണ്ട് കാറ്റഗറൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. ഒന്നെന്താണ്? ഒന്ന് നമുക്ക് JRF കിട്ടിയിട്ട് റിസർച്ചിലോട്ട് പോകാൻ പറ്റണം, അല്ലെങ്കിൽ ഫെലോഷിപ്പ് ഇല്ലാതെ PhD ഓൺലി കിട്ടിയിട്ട് റിസർച്ചിലോട്ട് പോകണം. അപ്പൊ ഒന്നാമത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ഔട്ട്കം ഓഫ് ദിസ് എക്സാമിനേഷൻ, ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം റിസർച്ച് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ടാകും. മറ്റൊന്ന് ടീച്ചിങ് ഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ടാകും. സോ നെറ്റ് JRF നിങ്ങൾ പലപ്പോഴും തോന്നാറുണ്ട് അല്ലെ, ഈ നെറ്റ് കിട്ടിയ ആൾക്കാർക്ക് ഒരു 2ാം കട സ്ഥാനവും JRF കിട്ടിയ ആൾക്കാർക്ക് 1ാം കട സ്ഥാനം എന്നുള്ളത് അത് ആക്ച്വലി ഒരു മിഥ്യാധാരണയാണ്. കാര്യം എന്താണെന്ന് വെച്ചാല്, നെറ്റ് കിട്ടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നെറ്റ് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടീച്ചിങ് ഫീൽഡിലോട്ടാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതേസമയത്ത് JRF ഫെലോഷിപ്പോട് കൂടെ അല്ലെങ്കിൽ PhD ഓൺലി കാറ്റഗറിയിൽ അങ്ങനെ കിട്ടുന്ന ആൾക്കാരെ അവരുടെ ഉദ്ദേശം എന്താണ്? റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് കിട്ടണം എന്നുള്ളതാണ്. രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ബെനിഫിറ്റുകളെല്ലാം ഡിഫറെന്റ് ആണ്, പക്ഷെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളിൽ എത്ര പേര് റിസർച്ച് ഫീൽഡ് ഉദ്ദേശിക്കുന്നു? എത്ര പേര് നെറ്റ് മാത്രം കിട്ടിയാലും മതി, ഐ വിൽ ബി ഹാപ്പി വിത്ത് ദ ടീച്ചിങ് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് നിങ്ങൾ കമന്റ് സെക്ഷൻ നല്ലതുപോലെ ഉപയോഗിക്കുക. ഞാൻ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്. യാ, വെരി ഗുഡ്. ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, JRF പറഞ്ഞവരുണ്ട്, നെറ്റ് ഉണ്ട്. യാ, ഫൈൻ. റിസർച്ച് ഫീൽഡ്. യാ, ഫൈൻ. യാ, many students are commenting. Yeah, please do that, guys. Both JRF, നെറ്റ്, JRF, both നെറ്റ്, JRF, അങ്ങനെ പല കാര്യങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഏജ് ലിമിറ്റ് ഓവർ, അത് സാരമില്ല. അപ്പൊ നെറ്റിൽ പിടിക്കാം. ഓക്കെ, ഫൈൻ. ബോത്ത് ഇങ്ങനെ നെറ്റ് നല്ല രസമായിട്ട് വരുന്നുണ്ട്, ഒരു സീരീസ് ആയിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഒരു സിലബസും കൊടുത്തിരിക്കുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഈ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. 10 യൂണിറ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ടു റീഡ് ദാറ്റ്, ഗൈസ്. യാ, ഫൈൻ. അപ്പൊ ഇതെന്താണെന്നുള്ളതിന്റെ ബ്രീഫ് ഐഡിയ ആണ് ഞാൻ തരാൻ പോകുന്നത്. ആദ്യമായിട്ട് എക്സാമിനേഷൻ ഉദ്ദേശിക്കുന്ന ആസ്പിറൻസിനെയാണ് ഇത് പറയാൻ ഉപകാരപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒന്നാമത്തതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? ബീങ് എ ടീച്ചർ അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് സംതിങ്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. വൈൽ യു ആർ ഗോയിങ് ഫോർ ദിസ് റിസർച്ച് ഫീൽഡ്, ദാറ്റ് ഈസ് സംതിങ് റെഫർഡ് ആസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു സിലബസ് തന്നിരിക്കുകയാണ്. നെറ്റ് എക്സാമിനേഷനിൽ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഉണ്ട്. എല്ലാവർക്കും പേപ്പർ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് വെരി വെരി കോമൺ. അറ്റ് ദി സെയിം ടൈം പേപ്പർ 2 പലതാകും. ദർ ആർ മോർ ദാൻ 85+ പേപ്പർ 2s. പേപ്പർ 2 എന്ന് പറയുന്നത് മോർ ദാൻ 80 വരുന്നുണ്ട് ആക്ച്വലി. നിങ്ങളുടെ പേപ്പർ 2 ഒന്ന് കമന്റ് ചെയ്തേ. പ്ലീസ് കമന്റ് ഇറ്റ്, ഗൈസ്. പ്ലീസ് കമന്റ് യുവർ പേപ്പർ 2. Let me read it. Commerce, Malayalam, Public Administration, Commerce, Sociology, English, Commerce, Commerce, Malayalam, Arabic, Economics, CS, Computer Science ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. Commerce, History, Commerce, Forensic Science, Social Work, Hindi, Sociology, Commerce, Hindi, HRM, History, കൊമേഴ്സാരുടെ ചാകരയാണ് തോന്നുന്നു അല്ലെ. ഇക്കണോമിക്സ്, ഇംഗ്ലീഷ് ആർക്കുണ്ട്. ദെൻ MSc കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യൽ വർക്ക്, മലയാളം. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പർ 2 ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് പേപ്പർ 1-ലുള്ളത്. അതുകൊണ്ടാണ് പേപ്പർ 1-ന്റെ സെഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം നടത്താനും പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ ഇതിൽ വരുന്നു? 1, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 2, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. 3, നിങ്ങളുടെ മുമ്പിൽ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കിട്ടും. നമ്മളെല്ലാവരും മലയാളി വേർഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഹിന്ദി വേർഷൻ പറയാത്തത്. ഇംഗ്ലീഷിൽ നമ്മുടെ കയ്യിൽ ഒരു പാരഗ്രാഫ് കിട്ടുന്നു. ആ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതാണ് ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ള ഫോളോയിങ് 5 ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് കോംപ്രഹെൻഷൻ. ഒരു പാരഗ്രാഫ് തന്നിട്ട് 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും
ഒരു പാരഗ്രാഫ് 5 ക്വസ്റ്റ്യൻ അല്ലേ, സുഖം എന്ന് വിചാരിക്കും. പക്ഷെ പാരഗ്രാഫിലെ ടഫ്നെസ് നമ്മുടെ ടൈം കൺസ്യൂമിങ്ങിലോട്ട് മാറും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരും. അതാണ് മൂന്നാമത്തത്. ദെൻ കമ്മ്യൂണിക്കേഷൻ, ദെൻ ICT. ഞാനുണ്ടോ ഇത് രണ്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു. നാലാമത്തത് കമ്മ്യൂണിക്കേഷൻ, അഞ്ചാമത്തത് ICT. കണ്ടോ, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ അത് എന്നെ കാണുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കമ്മ്യൂണിക്കേഷൻ. അതേ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് അവർ ലേണിംഗ് പ്രോസസ് ആൻഡ് കൺവീനിയൻസ് ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ 90% ആൾക്കാർ ആൻസർ ചെയ്യുന്നുണ്ട്, പക്ഷെ 10% ആൻസർ ചെയ്യുന്നില്ല. അവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൂം, നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മീറ്റ്. ഓക്കെ, നമ്മുടെ സൂമിൽ ആക്ച്വലി കപ്പാസിറ്റി കൊള്ളാത്തത് കൊണ്ടാണ് ഗൂഗിൾ മീറ്റിലോട്ട് പറ്റിയത്. പക്ഷേ സ്റ്റുഡൻസ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ഒരു ഇൻകൺവീനിയൻസ് നേരിട്ടിട്ടുണ്ട്. ഇത്രയും സ്റ്റുഡൻസ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഹൗ താങ്ക്സ് ഫോർ ദാറ്റ് അഡ്വാൻസ്. സോ കമ്മ്യൂണിക്കേഷൻ, ICT. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും അതിലോട്ട് ടെക്നോളജി കൂട്ടിച്ചേർക്കുമ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഞാൻ ഇതിന് 6, ഇതിന് 7 എന്ന് കൊടുത്താണ്. ഇത് രണ്ടും റിലേഷൻഷിപ്പ് ഉള്ളതാണ്. അപ്പൊ നിങ്ങളിൽ പലപ്പോഴായിട്ട് പല സ്റ്റുഡൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല ബാക്ക്ഗ്രൗണ്ട്, ഇക്കണോമിക്സ് വരുന്നവരുണ്ടാകും, ഇംഗ്ലീഷ് വരുന്നവരുണ്ടാകും, ഹിസ്റ്ററി വരുന്നവരുണ്ടാകും, മലയാളം വരുന്നുണ്ടാകും. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാത്തമാറ്റിക്സും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാറുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്? ഓൾറെഡി എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. മീ, ആശ, സരിക, മാളവിക, സഫാന, മഞ്ജുഷ, റിയാദാസ്, ശരണ്യ, സുരേഷ്, കുറെ ആൾക്കാരുണ്ടല്ലോ. സ്വാഭാവികമാണ്, കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചിലപ്പം 10 അല്ലെങ്കിൽ +2 കൂടെ അവസാനിപ്പിച്ച സംഗതി ആയിരിക്കും. പക്ഷെ ഇവിടെയും വരുന്നുണ്ട്, എന്തിനാ ഇവർക്ക് ഇത് ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരോട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ഈ വരുന്ന ടോപ്പിക് ഉണ്ടല്ലോ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഇത് രണ്ടും നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ കഴിവുകൾ ഇതിനേക്കാൾ അപ്പുറത്തോട്ട് കുറച്ചുകൂടെ വ്യാപിപ്പിക്കണം. നിങ്ങൾക്ക് ഇതെല്ലാം പറ്റും എന്നുള്ളൊരു വിശ്വാസം, കോൺഫിഡൻസ് ഉണ്ടാക്കി തരാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്കിനെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അത് കുറച്ചെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു എക്സാമിനേഷനോട് കൂടെയെങ്കിലും നമുക്ക് അന്നുണ്ടായിരുന്ന ഒരു പേടിയുണ്ടല്ലോ, അന്ന് വേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ മാത്തും ഈ റീസണിങ്ങും അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. അത് ഈ ഒരു പ്രിപ്പറേഷനോട് കൂടെ അതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ യെസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് എനിക്ക് മാത്തമാറ്റിക്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വി ആർ ഇൻ എ ഗുഡ് പ്രോസസ്. നമ്മൾ നല്ലൊരു ഗുഡ് ട്രാക്കിലായിട്ടായിരിക്കും പഠിക്കുന്നത്. ആ രീതിയിൽ ഈ ടോപ്പിക്കിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ ഐ ഹാവ് വൺ റിക്വസ്റ്റ്, നിങ്ങളുടെ മൈക്ക് ആരുടേതെങ്കിലും ഓൺ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടേൺ ഇറ്റ് ഓഫ് ഗൈസ്. ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ നടക്കുന്ന ചിലപ്പം സൗണ്ടുകളായിരിക്കും നമ്മുടെ ക്ലാസ്സിന് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള റിക്വസ്റ്റ് പറയുകയാണ്. ഇൻ അവർ അപ്കമിങ് സെഷൻസ് ആസ് വെൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. 8ാമത്തെ ഒരു യൂണിറ്റ് ആണ് ലോജിക്കൽ റീസണിങ്. സാധാരണ ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ കൂടെ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇത് അത് അല്ല, ഇത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിങ് സംതിങ് ലോജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സില്ലോജിസം പോലെയുള്ള ചിലപ്പം ടോപ്പിക്കുകൾ ചിലപ്പം കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണ്ട, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതേ സമയത്ത് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക് ഇവിടെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ ട്രഡീഷനില്, ഇന്ത്യൻ ഫിലോസഫിക്കൽ ഡിസ്കഷനില് ലോജിക് വരുന്നത്? നിങ്ങൾ ന്യായ, വൈശേഷിക, മീമാംസ, ഉത്തര മീമാംസ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ ഇൻഡെപ്തിലോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇന്റർസെപ്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് വരുന്നതാണ് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത്. അങ്ങനെ 2 കോമ്പണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നെറ്റ് എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിംഗ്. ഓക്കെ, ഫൈൻ. നൗ 9ാമത്തെ ടോപ്പിക്കാണ് പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി.
വൈ ദിസ് ടോപ്പിക് ഇസ് ദർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കണ്ടു കേട്ടു മനസ്സിലാക്കി. പക്ഷെ അങ്ങനത്തെ സാഹചര്യം അല്ലാത്ത സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്, സിംപിളി അനദർ ടേം ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 10ാമത്തെ യൂണിറ്റ്. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളെല്ലാവരും PG പഠിക്കുകയോ PG പഠിച്ചു കഴിഞ്ഞവരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ഗവേണൻസ് സ്ട്രക്ചർ എന്താണ്, പൊളിറ്റി എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണ്. ഇതിൽ പൊളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് റീസെന്റ് ആയിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പൊ അതിനർത്ഥം തന്നെ എന്താ, സിലബസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. 2015-16 ശേഷം സിലബസ് മാറിയിട്ടില്ല. ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ ട്രഡീഷണൽ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിലബസ് മാറാനുള്ള ചില ചാൻസുകൾ ഓൾറെഡി നമുക്ക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവർ തരാറുണ്ട്. എങ്ങനെയാ, സിലബസിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസിയുടെ വരാറുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് പേപ്പർ 1. പേപ്പർ 1മായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ ഒരു PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ ഞാൻ അയച്ചു തരും. നിങ്ങൾ അത് കൃത്യമായിട്ട് അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം, സിലബസ് ഇല്ലാത്ത ആൾക്കാർ കേട്ടോ. എനിഹൗ, നമ്മൾ അടുത്തൊരു സെഷനിലോട്ട് പോവാണ്. അപ്പൊ അടുത്തൊരു സെഷനിൽ ഡിസ്കഷൻ വരുന്ന സമയത്ത് വൈ പേപ്പർ 1 മാറ്റേഴ്സ്, വൈ പേപ്പർ 1 അത്രമേൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒന്നാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്ന്, അതിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കൺവേ ചെയ്തു തരുന്നു. എന്താണത്? ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറച്ച് എക്സ്പെർട്ടൈസ് ഉണ്ടാവും. നമ്മൾ ഡിഗ്രിക്ക് PGക്ക് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേ സമയത്ത് വെൻ വി കംസ് ടു പേപ്പർ 1 നമ്മൾ പഠിക്കാത്തതും പഠിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പഠിച്ച കുറച്ച് ഭാഗങ്ങളും പഠിക്കാത്തത് 80-90% വരികയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ലൈക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, മാത്തമാറ്റിക്സ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, ഹയർ എഡ്യൂക്കേഷൻ, ദെൻ ഫൈനലി എൻവയോൺമെന്റിന്റെ ടോപ്പിക്. അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പേപ്പർ 1 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി കുറച്ച് ടെക്നിക്കൽ വശങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോയിലുള്ള എല്ലാവരും ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു ഹാവ് എ സീരിയസ് അറ്റംപ്റ്റ്, ഐ റിപ്പീറ്റ്, എ സീരിയസ് അറ്റംപ്റ്റ് ഇൻ ദ ജൂൺ അപ്കമിങ് എക്സാമിനേഷൻ? ജൂൺ 2025 എക്സാമിനേഷനിൽ ഒരു സീരിയസ് അറ്റംപ്റ്റ്. ഈ സീരിയസ് അറ്റംപ്റ്റ് പറഞ്ഞാൽ സാറേ ഞാൻ സീരിയസാ എന്ന് പറയുന്നതല്ല, നല്ലൊരു പ്രിപ്പറേഷൻ കൊടുത്തിട്ടുള്ള അറ്റംപ്റ്റ്. അതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നല്ലപോലെ പഠിച്ച് പ്രിപ്പറേഷൻ കൊടുത്തിട്ടുള്ള അറ്റംപ്റ്റ് ഉള്ളവർ. there are many very good. ട്രൈയിങ് വേണ്ട, ട്രൈയിങ് സീരിയസ് അല്ലല്ലോ. ഓക്കെ, സീരിയസ് എന്ന് പറഞ്ഞാൽ യെസ് ഞാൻ ഉണ്ട് എന്ന് പറയുന്നതാണ് സീരിയസ്. ഓക്കെ, വെരി ഗുഡ്, ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഡിസംബർ സൈക്കിൾ. ആ ഒരു ക്ലാരിറ്റി ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾ എപ്പോഴാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടോ? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ദിസ് എക്സാമിനേഷൻ. അപ്പൊ നമുക്ക് അതിന് ഇനഫ് ടൈം കിട്ടും, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പറേഷൻ നടത്താം, അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ അതാണ് ആദ്യം വേണ്ടത്. അതാണ് ഒരു ക്ലാരിറ്റി നമുക്ക് വേണം എപ്പോഴാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത സമയത്ത് വെദർ യു ആർ ബിഗിനർ ഓർ യു ആർ ഹാവിംഗ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ബിഫോർ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചത് തന്നെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചു ഹൗ മെനി ഓഫ് യു ആർ സീരിയസ്ലി പ്രിപ്പയറിംഗ് ഫോർ ദിസ് ജൂൺ നെറ്റ് എക്സാമിനേഷൻ എന്നുള്ളത്. അതേ സമയത്ത് അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ബാക്കി ഡിസ്കഷനിലോട്ട് വരികയാണ്. ഡിസംബർ സൈക്കിളിലെങ്കിലും, ഐ റിപ്പീറ്റ്, കൃത്യമായിട്ട് കേട്ടിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഡിസംബർ സൈക്കിളിലെങ്കിലും എന്റെ ആഗ്രഹം പോലെ നെറ്റ് അല്ലെങ്കിൽ JRF, ഞാൻ PhD പറയുന്നില്ല, കാരണം നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന 10,30,000-40,000 റിസർച്ച് ഫെലോഷിപ്പ് നിങ്ങൾ ഇതിൽ ഒഴിവാക്കണം. നെറ്റ് അല്ലെങ്കിൽ JRF ഞാൻ വാങ്ങിച്ചിരിക്കും എന്ന് കോൺഫിഡന്റോടെ മനസ്സിൽ തോന്നുന്ന ആൾക്കാർ, അതായത് ജൂൺ എക്സാമിനേഷൻ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഡിസംബറിൽ പക്ഷെ ഞാൻ ഇത് നേടിയിരിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ താല്പര്യപ്പെടുന്ന ആൾക്കാർ വെരി ഗുഡ്. വർഷ, ആതിര വെരി ഗുഡ്, പൂജ വെരി ഗുഡ്, ഷൈന വെരി ഗുഡ്, ഷിഫാന, ബുഷ്ര, ഭാഗ്യ, രേഷ്മ, ദേവിക വെരി ഗുഡ്, മഞ്ജുഷ, സൂര്യ, അബ്ദുൾ റഷീദ്,
ഫർസാന, നാസിന. ഓക്കെ ഫൈൻ. ദർ ആർ മെനി റൈറ്റ്. ഓക്കെ, ജൂണിൽ തന്നെ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ജൂണിൽ മെസ്സേജ് അയച്ചാൽ പോരെ, ഡിസംബറിൽ എന്തിനു മെസ്സേജ് അയക്കണം? ദാറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് നമ്മുടെ ക്ലാരിറ്റി എന്നുള്ളത് ഉറപ്പിച്ചെടുക്കുക. നമ്മൾ എല്ലാത്തിനും പോയി ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നമ്മളോടുള്ള ചോദ്യത്തിന് മാത്രം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നൗ പേപ്പർ 1 ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം, ഓൾറെഡി സിലബസ് പറഞ്ഞു, അതിന്റെ റെലവൻസ് പറഞ്ഞു തന്നു. ഇനി എക്സാമിനേഷൻ റെലവൻസ് എന്താണോ വെച്ചാൽ, യു വിൽ ബി ഹാവിംഗ് 50 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് 10 യൂണിറ്റ്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ടാകും. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് 100 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ 100 മാർക്ക് ഔട്ട് ഓഫ് വാട്ട് 300. 300 മാർക്കാണ് നമുക്ക് ടോട്ടലി വരുന്നത്. കാരണം എന്താ, നമ്മുടെ പേപ്പർ 2-ൽ നമുക്ക് 200 മാർക്സ് ആണ് മാക്സിമം വരുന്നത്. ലൈക്ക് 100 × 2 എന്ന് പറയുന്ന രൂപത്തിലോട്ട്. ഓക്കെ, അപ്പൊ അതില് ടോട്ടലി നമുക്ക് 300 മാർക്ക് ആയിരിക്കും. ആ 300 മാർക്കില് 100 മാർക്കിന്റെ പ്രസക്തി, വാല്യൂ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾ പേപ്പർ 1 കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് JRF അല്ല, നെറ്റ് അല്ല, PhD ഓൺലി അല്ല, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പേപ്പർ 1 ആണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേപ്പർ 2 എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്റ്റില്, അത് നിങ്ങൾ PG ഓൾറെഡി പഠിച്ചവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടൈസും അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പേപ്പർ 1 കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് പേപ്പർ 1 നിങ്ങളുടെ നല്ലൊരു മാർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നോളജിന്റെ സ്കില്ല് കാണിക്കുന്ന ഒന്നുകൂടിയാണ്. നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് അറബിക് ആണെന്ന് വിചാരിക്കാം. അതേ സമയത്ത് പേപ്പർ 1 നിങ്ങൾക്ക് 100 മാർക്കിൽ 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. മീനിങ് വാട്ട്, നിങ്ങൾക്ക് ഈ അറബി അല്ലാതെ വേറെയുള്ള വിഷയങ്ങൾ ഇത്ര പോലും അറിയില്ല എന്നുള്ളതാണ്. അറബി അറിയാന്നുള്ളത് അറബിയുടെ മാർക്ക് അനുസരിച്ചിരിക്കും. പക്ഷെ പേപ്പർ 1 നിങ്ങൾക്ക് ഒരു 70 മാർക്സ് എബോവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ യെസ്, ദാറ്റ് പേഴ്സൺ നോ സംതിങ് വെരി ഇമ്പോർട്ടന്റ് റിഗാർഡിംഗ് അതർ ഡൈവേഴ്സിഫൈഡ് സബ്ജക്ട്. ദാറ്റ് ഷോസ് ഈസ് സംതിങ് ഈസ് അതർ അക്കാഡമിക് സ്കിൽസ് ആൻഡ് നോളജ് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് കൂടിയാണ്. ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേപ്പർ 1 പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി പേപ്പർ 1 കൃത്യമായിട്ട് പഠിക്കേണ്ടതിന്റെ റിയൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു ടോപ്പർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കണം. ആരാണ് ടോപ്പർ എന്ന് പറയുന്നത്? എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഞാൻ പറഞ്ഞ പോലെ JRF കിട്ടുന്നവരും ടോപ്പറാണ്, നെറ്റ് കിട്ടുന്നവരും ടോപ്പറാണ്. ഞാനിത് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് എന്ന് പറയുന്നത് ഇസ് എ ടീച്ചിങ് ഫീൽഡ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് റിസർച്ചിനോട് വല്ല താല്പര്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ മൈസെൽഫ്, ഞാൻ 6 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, എനിക്ക് റിസർച്ചിനോട് താല്പര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ JRF എടുത്തിട്ട് ബാക്കിയുള്ള അവസരം കൂടി കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ആസ് എ ടോപ്പർ സജസ്റ്റ്, അല്ലെങ്കിൽ ടോപ്പർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുമ്പോൾ നമ്മൾ പേപ്പർ 1 നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റണം. എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ഫാക്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പേപ്പർ 1 ഫാക്ടർ എന്തൊക്കെയാ എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, എസ്പെഷ്യലി ഫ്രം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇൻ കോംപ്രഹെൻഷൻ പാരഗ്രാഫ് മോഡ്. നിങ്ങൾ കോംപ്രഹെൻഷൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും PYQസിന്റെ ആൻസർ എടുത്തിട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോ ഞാൻ അതിന്റെ കാര്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം, നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ക്രിസ്റ്റൽ എക്സാമിനേഷൻ പേപ്പർ 1 എടുത്ത് ക്ലിയർ ചെയ്തിരിക്കുന്ന ചില കുട്ടികളുടെ സ്കോർ കാർഡ് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും, നെറ്റ് എക്സാമിനേഷന്റെ റിസൾട്ടിന്റെ ഷീറ്റ് ആണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് മാർക്കുള്ള ചില എക്സാംസ് ഉണ്ടാകും, ചില സമയത്ത് അത് പെർസെന്റൈലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അത് മാർക്ക് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രൂഫോടെ കാണിച്ചു തരണം, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചില കുട്ടികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ജോഗ്രഫി ആയിരുന്നു കുട്ടിയുടെ പേപ്പർ 2. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അവര് JRFന് അപ്ലൈ ചെയ്തു. പേപ്പർ 1 100 മാർക്കിൽ അവർക്ക് കിട്ടിയത് 74 മാർക്ക്. പേപ്പർ 2 അവർക്ക് കിട്ടിയത് 122 മാർക്ക്. നോക്കി, അവരുടെ സബ്ജക്റ്റിൽ നോക്കിക്കേ, അവർക്ക് 122 മാർക്കാണ് കിട്ടുന്നത്. ടോട്ടലി ഔട്ട് ഓഫ് 300 ദേ ആർ ഗെറ്റിംഗ് 196.
ആൻഡ് ഫൈനലി ഷീ ക്വാളിഫൈഡ് ഫോർ ദിസ് JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ. രണ്ടും ക്ലിയർ ചെയ്തു. ഇവിടെ കണ്ടോ 74 മാർക്കാണ്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, 74 മാർക്ക്. അതേ സമയത്ത് ഇത് മാർക്കാണെങ്കിൽ പെർസെന്റേജ് വെച്ചിട്ട് ചില എക്സാംസ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ സ്റ്റുഡന്റ് ക്ലിയർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരും ബോത്തിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോത്തിന് അപ്ലൈ ചെയ്തു. അവിടെ നോക്കി പേപ്പർ 1 99% കിട്ടി, പേപ്പർ 2 98, ഫൈനലി 99.74 കിട്ടി. അവരെന്ത് ചെയ്തു? ബോത്തിന് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. JRF-ഉം നെറ്റും ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസ് രണ്ടിലും കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ പേപ്പർ 2 ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ PG പഠിച്ച ഒരാളായത് കൊണ്ട് തന്നെ PGക്ക് പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ PG പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓൾറെഡി ആ സബ്ജക്റ്റിൽ എക്സ്പെർട്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്, അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പേപ്പർ 1 നോക്കിക്കേ, ഇവിടെ 74 മാർക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നോക്കിക്കേ ഇയാളുടെ കേസ്, ജോഗ്രഫി എടുത്തിരിക്കുന്ന ഇയാളുടെ കേസ് മാത്രം ഞാൻ ഒന്നുകൂടെ വേറെ രീതിയിൽ അനലൈസ് ചെയ്യണം. ഇയാൾക്ക് പേപ്പർ 1 കിട്ടിയിരിക്കുന്നത് 74 മാർക്ക്, പേപ്പർ 2 അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 122 ആണ്. പക്ഷെ അയാൾക്ക് 100 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായി? 174 ആയി. ഇനി അതേ സമയത്ത് അയാൾക്ക് പേപ്പർ 1 അയാൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരു 67 ആണെന്ന് വിചാരിക്കാം. മറ്റേതില് അയാൾക്കൊരു 100 തന്നെയാണ് കിട്ടിയത്. അപ്പൊ പേപ്പർ 2 ഞാൻ കോമൺ ആക്കി എടുത്തു, സെയിം ആക്കി എടുത്തു, 100 എന്ന് പറയുന്നത്. അവിടെ 167 ആണ് വരുന്നത്. അതായത് ചിലപ്പോൾ അയാളുടെ പൊട്ടൻഷ്യൽ ഇൻ ദർ സബ്ജക്ട് വിൽ ബി സംതിങ് സ്റ്റാറ്റിക്, അവിടെ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് കിടക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ അയാൾക്ക് ഇൻക്രിമെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, പെട്ടെന്ന് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പേപ്പർ 1 പെർഫോമൻസ് കൂട്ടുക എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് മാർക്ക് ഇങ്ങനെ കൂടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈവൻ നമ്മളുടെ സബ്ജക്ട് ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അയ്യോ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് വളരെ കടുകട്ടിയായിരുന്നു എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? പേപ്പർ 1 ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പിക്ടോഗ്രഫിക്ക് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇവിടെ നോക്കിക്കേ, വേറെ സ്റ്റുഡന്റ് ക്രിസ്റ്റലിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന വേറെ സ്റ്റുഡന്റ് ലോ ആണ് പേപ്പർ 2 വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പേപ്പർ 1 നമ്മുടെ അടുത്ത് പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന കാര്യമാണ്. പേപ്പർ 1 100 മാർക്കിൽ 78 മാർക്ക് കിട്ടി. പേപ്പർ 2 ഉണ്ടോ 158, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. അത് ടോട്ടൽ 236 മാർക്ക് കിട്ടി, ബോത്ത് ക്ലിയർ ചെയ്തു. ഇനി അതേ സമയത്ത് ഈ കുട്ടീനെ നോക്കിക്കേ, സൈക്കോളജി കിട്ടിയിട്ടുള്ള, ഞാൻ അങ്ങനെ കുട്ടികളെ റിവീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഫുൾ കൊടുക്കാത്ത കേട്ടോ, ഫൈൻ. അപ്പൊ അതില് ഈ കുട്ടിക്ക് പേപ്പർ 1 കിട്ടിയത് 58 മാർക്കാണ് പേപ്പർ 1. പക്ഷെ കുട്ടിയുടെ സബ്ജക്ട് നോക്കിക്കേ 156, 200-ൽ 156 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടി സബ്ജക്റ്റില് പുലിയാണെന്നാണ് അർത്ഥം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തില്ല, കുട്ടിക്ക് JRF കിട്ടിയില്ല, നെറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവൻ ദോ ഷീ അപ്ലൈഡ് ഫോർ ബോത്ത്, രണ്ടിനും അപ്ലൈ ചെയ്തെങ്കിൽ കിട്ടിയത് നെറ്റ് മാത്രം. കാരണം എന്താ? ആളുടെ പേപ്പർ 1 മാർക്ക് കുറവായിരുന്നു, ജസ്റ്റ് 58 കിട്ടിയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത. Yes or no, guys? ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ തന്നെ കുറച്ച് അവരുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് അയച്ചു തരുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗ ഡിസ്കസിങ് ദ വെരി ഇമ്പോർട്ടന്റ് അതർ പോയിന്റ്സ്. നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം? ഐഡിയലി നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം? 80+ മാർക്ക് നേടിയിരിക്കണം. അതാണ് നമ്മൾ ക്രിസ്റ്റലില് ക്ലാസും കോൺസെപ്റ്റും ടീച്ചർമാരും ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് 80+ മാർക്ക് വാങ്ങിച്ചിരിക്കണം. നിങ്ങൾ ഇപ്രാവശ്യം ജൂൺ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിസംബർ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റില് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ എത്രമാത്രം പേപ്പർ 2 കോൺഫിഡന്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഒരു 60%. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു മാസം സമയമുണ്ട് ജൂൺ എക്സാമിനേഷൻ. അപ്പൊ പേപ്പർ 1 30%. പക്ഷെ അവിടെ 30% പോരാ, അവിടെ നിങ്ങൾക്ക് മിനിമം ഒരു 80% നിങ്ങൾക്ക് കോൺഫിഡൻസ് വരണം. അതാണ് നിങ്ങൾ അടുത്ത ഒരു മാസം വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്. എങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യു ഹാവ് ടു സ്കോർ 40 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ടു ഓപ്പൺ ദ ഗേറ്റ് ഓഫ് JRF. 40 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 40 × 2 80 മാർക്കാണ്. ഈ 80 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ 1 കിട്ടിയോ നിങ്ങൾക്ക് JRF എന്ന് പറയുന്ന സ്വപ്നം തുറക്കും.
ഇല്ല. നിങ്ങൾ നേരത്തെ ഞാൻ സ്റ്റുഡന്റിനെ കാണിച്ചു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 160 മാർക്ക് കിട്ടി ഔട്ട് ഓഫ് 200. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന വെറും 60 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടാൻ പോകുന്നില്ല, JRF പോലും ചിലപ്പോൾ കിട്ടാൻ പോകുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് സബ്ജക്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. ഓരോ വർഷവും ഓരോ സൈക്കിളിലും ആ ഒരു സബ്ജക്റ്റിന്റെ അറ്റൻഡൻസ് എത്രയാണ് എന്ന് നോക്കിയിട്ടൊക്കെയാണ് അതിന്റെ പെർസെന്റേജ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് JRF അഷ്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഫോക്കസ് ദിസ് 80+ നിങ്ങൾ ഫോക്കസ് ചെയ്തോ. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു 6+ യൂണിറ്റിൽ നല്ല സ്ട്രോങ് ഹോൾഡ് വേണം. I say 6 to 8 ഏറ്റവും ചുരുങ്ങിയത്. 10 സിലബസ് ഞാൻ കാണിച്ചു തന്നു. 10 ചിലപ്പോൾ 10 നമുക്ക് സെറ്റ് ആവില്ല, പക്ഷെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നാളെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന ഷിബിൻ സാറിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നാളത്തെ ക്ലാസ് ഒരിക്കലും മിസ്സാക്കണ്ട. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഔട്ട്ലൈനും അവയർനെസ്സും ഓറിയന്റേഷൻ ആണ് തരുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ലാസ് ആണ്. അപ്പൊ നാളത്തെ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാതെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേ സമയത്ത് നമുക്ക് ടഫ് ആയിട്ടുള്ള ഒരു പക്ഷെ നമുക്ക് മാത്തമാറ്റിക്സോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ആയിരിക്കാം. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്, മറിച്ച് അതിൽ നിന്ന് എന്തായാലും കുറച്ച് ചോദ്യം ചോദിക്കുമല്ലോ, 2-3 ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോണസ് മാർക്ക്. നമ്മൾ വലിയ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് മാർക്ക് ചെയ്യാൻ പറ്റി, സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് കോൾഡ് ബോണസ്. അപ്പൊ ആ രീതിയിലുള്ള അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അതിന് നിങ്ങൾക്ക് അടുത്തൊരു മാസം നിർബന്ധമായിട്ട് വേണ്ടത് സ്പീഡ്, അക്യുറസി ആൻഡ് പ്രാക്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് പെട്ടെന്ന് ഷടപട വായിക്കലല്ല, വായിച്ചത് മനസ്സിലാക്കി ചെയ്യണം. എസ്പെഷ്യലി സ്പീഡ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കോംപ്രഹെൻഷൻ. ഇസ് ദർ എനിവൺ ഈ സെഷനിലെ എന്റെ കോംപ്രഹെൻഷന്റെ ആ ടിപ്സും ട്രിക്ക് ക്ലാസ്സിൽ ഇരുന്ന് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ കോംപ്രഹെൻഷൻ വെറും 3 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു, 2 സെഷൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടോ ഈ സെഷനിൽ പങ്കെടുക്കുന്ന? അവർക്കത് മനസ്സിലാവും ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസും എങ്ങനെയാണ് നമുക്ക് ചില ടോപ്പിക്കുകൾ സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റേണ്ടത് എന്നുള്ളത്. ഫൈൻ, ഓക്കെ ഫൈൻ. Then Priya, Abdul Rashid, very good. Thank you, fine. കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഫൈൻ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡിൽ ചെയ്യല്ല, നമ്മുടെ ടൈം മാനേജ്മെന്റ് നമ്മൾ കൺട്രോൾ ചെയ്യലാണ്. പിന്നെ അക്യുറസി, ചില ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ കാണുന്ന സമയത്ത് അയ്യോ തല കറങ്ങുന്നേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് ഇത് റീകളക്ട് ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം? കൃത്യമായിട്ട് ഇപ്പൊ പഠിക്കുകയും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുകയും തന്നെ വേണം. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഗെയിമിലോട്ട് പോവാണ്. ആർ യു റെഡി ഗൈസ്? ആവേശം പോരാ എന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. ആർ യു റെഡി? സീരിയസ്ലി? ആക്റ്റീവ് ആയിട്ട് നിൽക്കൂ. ഫൈൻ. ഫൈൻ. താങ്ക് യു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടാസ്ക് ഇതാ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കാണിച്ചു. ആ 3 ക്വസ്റ്റ്യൻ ഇടാനുള്ള റീസണും ഞാൻ ഇൻ ബിറ്റ്വീൻ പറഞ്ഞുതരാം. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഐ വിൽ ബി ഷോയിങ് സർട്ടൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ബിഫോർ യു ഗൈസ് ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് കമന്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. കമന്റ് സെക്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർ എന്താ കമന്റ് ചെയ്യുന്നത് അത് നോക്കിയിരിക്കല്ല, ഇവിടെ കോപ്പി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് മേക്ക് ഷുവർ ടു ആൻസർ ദാറ്റ് വൺ. ഹിയർ ഇസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ജസ്റ്റ് റീഡ് യുവർ സെൽഫ് and go for your answers. I'm waiting for your answers. Very good. Many students are making the answer that much correct, 100% correct ആയിട്ട് വരുന്നുണ്ട്. Very good. എല്ലാവരും സി ആണ് കൊടുത്തിരിക്കുന്നത്. Let me read it guys for you. Which of the following is not part of e-governance? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇപ്പൊ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ? പക്ഷെ എന്നാലും 1-2 ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് e-governance. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യന്റെ ടൈപ്പ് എന്താണ്? ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് എ PYQ. ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. e-governance പാർട്ട് ഇല്ലാത്ത എന്താണ്? G2C, ദാറ്റ് ഈസ് ഗവൺമെന്റ് ടു സിറ്റിസൺ. e-governance പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? ജനങ്ങളുമായിട്ട് സുതാര്യമായിട്ട് ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് കോമ്പണന്റ്. ദെൻ ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റും
ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, മേ ബി കമ്പനീസ് ആൻഡ് തിങ്സ്, അവരുമായിട്ടും ഗവൺമെന്റിന്റെ ട്രാൻസാക്ഷണൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാം. ദെൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. നിങ്ങൾ മൈ ഗവൺമെന്റ്, മൈ GOV എന്ന് പറയുന്ന ആപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഗവൺമെന്റിന്റെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ബട്ട് ഗവൺമെന്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യം ഈ ഗവർണൻസിന്റെ കീഴിൽ വരുന്നല്ല. അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. I repeat, it's a direct question, it's a basic question. What do you mean by basic question? നിങ്ങൾക്ക് ആ ടോപ്പിക്കിന്റെ ക്രക്സ്, കോർ, കോൺസെപ്റ്റ് ഇത് അറിയുമെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ 90% ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. 1-2 പേര് മാത്രം ഇനി കൈ തട്ടിയതാണെന്ന് പോലും എനിക്കറിയില്ല. അവർ മിസ്റ്റേക്കില് C കൊടുക്കാതെ Dയും B ഒക്കെ കൊടുത്തവരുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. G2M എന്ന് പറയുന്ന ഗവൺമെന്റ് ടു മാർക്കറ്റ് ഇതിന്റെ കോമ്പണന്റ് അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബേസിക് ക്വസ്റ്റ്യനും കിട്ടിയല്ലോ. സിമിലർലി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാണ്. ഗെറ്റ് റെഡി ഗൈസ്, ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാവരും ശരിയാക്കണം. Everyone. Yeah, very good. Everyone made it correct only. C ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. Let me read it for you guys. ഞാൻ ഇതിന്റെ അതേ അപ്രോച്ച് പറഞ്ഞുതരാൻ പോവാണ്. ഇവിടെ which of the following bodies is responsible for accreditation of higher education institution in India? എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനും വളരെ ബേസിക് ആയിട്ട് നിങ്ങളുടെ 10th യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് എ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ. കണ്ടോ, നേരത്തെ ബേസിക് എന്ന് പറഞ്ഞേക്കാൾ അപ്പുറത്തോട്ട് സിമ്പിൾ ബേസിക് എന്ന് പറഞ്ഞു. കാരണം എന്താ, ബോഡീസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കും. ആ ബോഡീസിന്റെ ഫംഗ്ഷൻ നമ്മൾ അറിയണം. നമ്മൾ UGC NTA എക്സാമിനേഷൻ ആണ് എഴുതുന്നത്. NAC, AICTE ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ആൻസർ ഗോസ് ടു ഓപ്ഷൻ C, NAC. നിങ്ങൾക്ക് കണ്ടിട്ടല്ലേ കോളേജിൽ NAC വിസിറ്റ് ഉണ്ട്, NAC അക്രഡിറ്റേഷൻ A++++. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓൾറെഡി കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ആയി പറ്റും. ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്. ഐ എം ഹാപ്പി. നൗ ജസ്റ്റ് ട്രൈ ടു ഡു ദിസ് വൺ. ഇത് ഒരു മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇറ്റ്സ് എ മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, നോട്ട് എ ടഫ് വൺ, മീഡിയം വൺ. ഇതൊക്കെ PYQ ആണ് കേട്ടോ. Yeah, very good. Many of the students are making correct only. ഞാനിപ്പോ നിങ്ങൾ കാണിച്ചതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ മീഡിയം ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മാത്രമല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ചിലത് കോണ്ടന്റിന്റെ അകത്തു നിന്നായിരിക്കും, ചിലത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും, ചിലത് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും. അപ്പൊ അതെന്താന്നുള്ളത് വലിയ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. യു ആർ ഹാവിംഗ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. നിങ്ങൾ ഒരു രോഗിയാണ്, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവാണ്. യു വിൽ ബി ഹാവിംഗ് വാട്ട്? ഡോക്ടർ വിൽ ബി ഡയഗ്നോസ് വാട്ട് ദ ഡിസീസ്. സോ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ആണ് ആക്ച്വലി. ഐഡന്റിഫൈങ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. ഡോക്ടർ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ ആണ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സിമിലർലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇസ് ഹെൽപ്പിംഗ് ഓർ ഐഡന്റിഫൈങ് ദ സ്റ്റുഡൻസ് വാട്ട്സ് ലാക്കിംഗ് ഇൻ ദം. അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്, B can be eliminated, D can be eliminated. അല്ലെ, എലിമിനേഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഫോർമറ്റീവ് ഇവാലുവേഷൻ. Formative is carried out at the end of the course to assign grades. ആണോ? ഫോർമറ്റീവ് ഇവാലുവേഷൻ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്
അല്ലെങ്കിൽ വേണ്ട പേപ്പർ 1ന്റെ ക്ലാസ്സസ് ക്രിസ്റ്റൽ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് നടന്നു പോകാറുണ്ട്. ഇപ്പൊ എന്റെ സീരീസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 50 ദിവസത്തെ. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളുടെ ഇതുവരെ പഠിച്ചതിന്റെ നിലവാരം ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോർമാറ്റീവ്. അതേ സമയത്ത് ഇതൊക്കെ പഠിച്ച് നിങ്ങൾ എല്ലാവരും സെറ്റ് അല്ലേ? സെറ്റാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, NTA നടത്തുന്ന ഫൈനൽ എക്സാമിനേഷനോട്ട് പുറപ്പെട്ടോളൂ. ആ ഫൈനൽ എക്സാമിനേഷൻ വിളിക്കുന്ന പേരാണ് സമ്മറ്റീവ് വാല്യൂഷൻ. സമ്മറ്റീവ് വാല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻബിറ്റി നടക്കുന്നത് ഫോർമറ്റീവ്, എൻഡിൽ നടക്കുന്നത് സമ്മറ്റീവ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ ഓപ്ഷൻ എ ഓൾസോ ക്യാൻ ബി എലിമിനേറ്റഡ്. സോ സി വിൽ ബി ഓട്ടോമാറ്റിക്കലി ആൻസർ. ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിച്ചു തന്നു നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടിയും ചില ബേസിക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാൻ വേണ്ടി. അപ്കമിങ് സെഷൻസിൽ നാളത്തെ സെഷനും പിന്നെ മിനി മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്, മാത്ത് ഇന്റർപ്രിട്ടേഷൻ, PYQ എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഷൻ, ഫൈനലി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ 7 ദിവസത്തെ പ്രോഗ്രാമിലും നിങ്ങൾ 7 ദിവസം തന്നെ കൃത്യമായിട്ട് ക്രിസ്റ്റലിന്റെ കൂടെ ഈ ഒരു സെഷൻ ഒരിക്കലും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ അടുത്ത മാസം എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. ഏകദേശം നമുക്ക് ഒരു ഐഡിയ വർക്ക്ഔട്ട് ചെയ്യും എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. സോ വി ഡിസ്കസ് ദിസ് വൺ. നൗ സ്റ്റുഡൻസ് സാധാരണ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് 2 രീതിയിലാണ് പ്രിപ്പറേഷൻ നടത്തുക. ഒന്ന് സെൽഫ് സ്റ്റഡി, 2 എനി ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കോച്ചിങ്. ഓക്കെ, ഈ കോച്ചിങ് എടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാരും ഒരു പക്ഷെ സെൽഫ് സ്റ്റഡി ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ അതിലോട്ട് കൂടുതൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. എപ്പോഴെങ്കിലും പഠിക്കലല്ല എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ അതിന് ഞാൻ പറഞ്ഞ പോലെ യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ക്ലാരിറ്റി വെൻ യു ആർ ഗോയിങ് ടു അറ്റൻഡ് വിത്ത് ദിസ് എക്സാമിനേഷൻ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം നന്നാകും. അത് ഒരു കൂട്ടായ്മയിൽ നിന്ന് പഠിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകും. അതിനുവേണ്ടിയാണ് പല സ്റ്റുഡൻസും കോച്ചിങ് എടുക്കാറുള്ളത്. ഓക്കെ, ദെൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇഗ്നോറിംഗ് പേപ്പർ 1 അണ്ടിൽ ലാസ്റ്റ് മൊമെന്റ്. ഇപ്പൊ തന്നെ കണ്ടോ, ഒരു മാസം ഇനി എക്സാമിനേഷൻ ഉള്ളൂ. പക്ഷെ ഒരു മാസം ഉണ്ട്, 30 ദിവസം ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് വരെ പേപ്പർ 1നെ ഇഗ്നോർ ചെയ്യുകയും അതുവരെ പേപ്പർ 2 കൊടുക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് പലപ്പോഴും ഉണ്ടാവുക. ഞാൻ അത് ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്, നോട്ട് സ്പെസിഫിക് ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പേപ്പർ 1ന് ആക്ച്വലി നേരത്തെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കലാണ് നല്ലത്. എസ്പെഷ്യലി നിങ്ങളിപ്പോ ഡിസംബർ സൈക്കിളോട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു, അതിൽ ക്ലിയർ ആണെന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ എക്സാം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കലല്ല വേണ്ടത്. മേക്ക് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ റെഗുലർ MCQs പ്രാക്ടീസ്. ദിസ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ക്ലാസ് കേൾക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടമാണ്, അത് കേട്ടാൽ മതിയല്ലോ. പക്ഷെ സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജൂൺ എക്സാമിനേഷൻ 2025 അടുത്ത മാസം നടക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളിൽ എത്ര പേര് ഓരോ, ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് പറയാം, യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ എത്ര പേര് ചെയ്തു, പ്ലസ് മിനിമം 2 ഫുൾ ടെസ്റ്റെങ്കിലും എത്ര പേര് ചെയ്തു? ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ യെസ് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, നോ. പ്ലീസ് കോമന്റ് ഇറ്റ് ഗൈസ്. അത് ചെയ്യേണ്ട റെലവൻസ് ഞാൻ ഇൻ ബിറ്റ്വീൻ പറഞ്ഞുതരാം. Majority of the students are saying no to this particular question. കാരണം അത് ഇനിയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വിൽ ബി ഹാവിങ് സം, നമുക്ക് കുറച്ച് ടൈം എടുക്കും എക്സാമിനേഷൻ ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഇതൊന്ന് പ്രോസസ് ചെയ്ത് തരാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമിനേഷൻ ഫിയർ, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് നൗ ഇറ്റ്സെൽഫ്.
ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അത് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യു ഗൈസ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സാധാരണ സ്റ്റുഡൻസ് ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകളാണ്. അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്താതിരിക്കുക. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നൗ 80+ മാർക്ക് വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട സ്മാർട്ട് സ്ട്രാറ്റജി എന്താണ്? അതിൽ ഒന്നാമത്താണ് നിങ്ങൾ ഒരു 6 to 8 സ്ട്രോങ് യൂണിറ്റുകൾ എടുക്കുക എന്നുള്ളത്. ഞാൻ അപ്പോഴും പറയുന്നു, 2 യൂണിറ്റ് എങ്കിലും നമുക്ക് ടഫ് ആയിട്ടുള്ളത് ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റുമായിട്ട് ചിലപ്പോൾ ഈ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അങ്ങനത്തെ ആൾക്കാർക്ക് അവർ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് വീണ്ടും വീണ്ടും സൂപ്പർ സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് ആഴ്ചയിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4 വീക്സ് കിട്ടും. ആഴ്ചയിൽ 2 യൂണിറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്രയായി? അപ്പൊ തന്നെ 8 യൂണിറ്റ് ആയി. അപ്പൊ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആക്ച്വലി വളരെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, അല്ലാതെ ഇന്ന് 1/2 മണിക്കൂർ യൂണിറ്റ് 1 പഠിക്കാം, 1/2 മണിക്കൂർ യൂണിറ്റ് 2 എടുക്കാം, അത് മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അതല്ല വേണ്ടത്. നമ്മൾ തന്നെ ഓരോ യൂണിറ്റിലും, ഫോർ എക്സാമ്പിൾ ക്രിസ്റ്റലില് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് കഴിയുന്നത് തന്നെ 3 or 4 ക്ലാസ് എടുത്തിട്ടാണ്. 3 or 4 പറയുമ്പോൾ ഒരു 4-5 മണിക്കൂർ ഉണ്ടാകും. അപ്പൊ അത്രയും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ ഇത് നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ, എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കുക. ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി ബേസിസ്. ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ചെയ്യേണ്ടി നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ചെയ്യടോ. ഒരു 10+ MCQs നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ വീക്കിലി ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പൊ വീക്കിലി മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ ഏറ്റവും ചുരുങ്ങുന്നത് 2 യൂണിറ്റ് എങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ പഠിക്കുക, റിവൈസ് ചെയ്യുക. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അവസാന സമയങ്ങളിൽ പ്രാക്ടീസിന് കൊടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകം 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 ഉണർത്താണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പേപ്പർ 1 നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാഴ്ച ഇപ്പോൾ ക്രിസ്റ്റലിന്റെ കൂടെ ഉണ്ട്. അപ്പൊ പേപ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 80+ മൈൻഡ് സെറ്റ്. പേപ്പർ 1 പഠിക്കുന്നുണ്ടോ? ഞാൻ 80+ മാർക്ക് വാങ്ങിക്കാനായിരിക്കും ഇത് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടത് എ ഗുഡ് കൺസിസ്റ്റൻസി ഇൻ ദ പ്രിപ്പറേഷൻ. അപ്പൊ നെക്സ്റ്റ് 7 days വിൽ ബി ദർ ടു ഗൈഡ് യു ഫുള്ളി. ദെൻ യു ഷുഡ് ഹാവ് സംതിങ് വാട്ട് എ വെരി ഗുഡ് കോൺഫിഡൻസ്. അതിന് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ. പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ. മറ്റേ വെറും കോൺഫിഡൻസ് ആണ്. പ്രിപ്പറേഷൻ വട്ടപൂജ്യം, കോൺഫിഡൻസ് 100%. അതുകൊണ്ട് കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ റിസൾട്ട് വട്ടപൂജ്യത്തിന് കൂടെ നിൽക്കുള്ളൂ. സോ പ്രിപ്പറേഷൻ ആക്ച്വലി മേക്ക് ദ കോൺഫിഡൻസ്. ആൻഡ് കോൺഫിഡൻസ് അത് നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻസിയിൽ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80+ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയോട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ സ്ഥാനത്തിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ JRF അല്ലെങ്കിൽ നെറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഏറ്റവും ചുരുങ്ങി നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ പേപ്പർ 1 മാറ്റി വെച്ചിരിക്കണം. പെർഫെക്ഷൻ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടത് ടോപ്പിക്കിന്റെ ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തേ പാടില്ല, അടുത്ത 10 ദിവസം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നോക്കാന്ന് വിചാരിക്കരുത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ മാക്സിമം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് എങ്ങനെ ചെയ്യണം, അതിന്റെ പ്രധാനപ്പെട്ട ഇൻസൈറ്റ്, കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഷിബിൻ സാർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ സോ യുവർ സ്ട്രാറ്റജി ഇസ് ദിസ് വൺ, ലേൺ. അപ്പൊ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസിന്റെ അടുത്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് തിങ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. എന്നിട്ട് അത് നിങ്ങൾ റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. വൈ ഇവാലുവേഷൻ? ഫോർ ഇംപ്രൂവ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ 3rd day ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം നമ്മളൊരു മിനി മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ മിസ്സാക്കരുത് ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്. ഇനി കൂട്ടത്തില് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും ലേറ്റ് അല്ല, നിങ്ങൾ ഓൺ ദ റൈറ്റ് ടൈം തന്നെയാണ്. 1 മാസം സമയമുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സക്സസിലോട്ട് എത്താം. നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് മേക്ക് ഷുവർ ടു ഹാവ് എ ഗ്രേറ്റ് പ്രിപ്പറേഷൻ അറ്റ്ലീസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് 1 month. ഈ ജൂൺ എക്സാമിനേഷൻ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, അതേസമയത്ത് ഡിസംബർ സർജിക്കൽ എക്സാമിനേഷൻ കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലോട്ട് വരേണ്ടത് ഇത് നിങ്ങളുടെ കിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, നിങ്ങളുടെ ആരംഭത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഇനി നിങ്ങൾക്കൊരു ബോണസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ സിലബസ് തരുന്നുണ്ട്. സിലബസ് സാർ എന്തിനാ തരുന്നത്? UGC നെറ്റ് ഓൾറെഡി തന്നിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ ഈ സിലബസിന്റെ പ്രത്യേകത, നമ്മൾ തരുന്ന സിലബസിൽ ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഈ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി ഇപ്രാവശ്യം ജൂൺ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ ആ ഹൈലൈറ്റഡ് ഭാഗങ്ങളെങ്കിലും പഠിച്ചിട്ട് പോവാം. ഡിസംബർ സൈക്കിളിലോട്ടുള്ള ആൾക്കാർ പേടിക്കേണ്ട. നിങ്ങൾ ക്രിസ്റ്റലിന്റെ കോഴ്സോ ക്ലാസ് പ്രോഗ്രാമോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യും, നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് തരും, കവറപ്പ് ചെയ്ത് തരും. പക്ഷെ അതേസമയത്ത് ജൂൺ സൈക്കിളോട്ട് പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഓക്കെ, ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും,
നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഭാഗമെങ്കിലും നോക്കിയിട്ട് പോവുക. ദാറ്റ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ബേസ്ഡ് ഓൺ ദ PYQ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ അതിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഐ ഹാവ് പോസ്റ്റഡ് ദാറ്റ് വൺ റൈറ്റ് നൗ. വന്നിട്ടുണ്ടോ ഇല്ല നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. വെദർ യു ഗോട്ട് ഇറ്റ് ഓർ നോട്ട്, പ്ലീസ് കമന്റ് ഇറ്റ്. കിട്ടിയോ? അപ്പൊ ആ PDF ഒന്ന് തുറന്ന് നോക്കുക. PDF തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഡോൺ സ്കിപ്പ് ഇറ്റ്, ഡോൺ സ്കിപ്പ് ഇറ്റ്, ഡോൺ സ്കിപ്പ് ഇറ്റ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കിപ്പ് ചെയ്യേണ്ട. അപ്പൊ നിങ്ങൾക്കുള്ള നമ്മുടെ 7 days പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു ക്ലാസ് നോട്ട് എന്ന് പറയുന്നത് സിലബസ് തന്നെയാണ്. സിലബസ് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ച് പഠിക്കാനാണ്. അപ്പൊ ആ രീതിയിൽ ആക്റ്റീവായിട്ട് പഠിക്കുക. ഹാപ്പി അല്ലേ? താങ്ക് യു ഓൾ ഫോർ യുവർ ഗുഡ് തംസ് അപ്പ് ആസ് എ റിയാക്ഷൻ ടു മൈ തംസ് അപ്പ്. ഓക്കെ ഫൈൻ. അപ്പൊ അതൊന്ന് നോക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചില ടേമുകളാണ്. എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. ഇനി അതേ സമയത്ത് ഒരൊറ്റ കാര്യം കൂടെ പറയാണ്. നിങ്ങൾ ആരെങ്കിലും ജൂൺ സൈക്കിളോട് പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഏകദേശം പഠിച്ചു, ഇനി പ്രാക്ടീസ് മാത്രമാണ് നിങ്ങൾക്ക് പെൻഡിങ് എങ്കിൽ ക്രിസ്റ്റലിന്റെ ഒരു പേപ്പർ 1 ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ഉണ്ട്. മോർ ദാൻ 2000+ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾ ഈ 2 ഫോൾഡർ മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് പേപ്പർ 1 MCQs. നമുക്ക് 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റിനും യൂണിറ്റ് വൈസ് ചെയ്തിട്ട് 22ഓളം ടെസ്റ്റുകൾ. പേപ്പർ 1 PYQ. ആ പേപ്പർ 1 ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ PYQ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. ഞാനിത് ജസ്റ്റ് പറയാൻ കാരണം നമ്മുടെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ജൂൺ സൈക്കിളോട്ടാണ്. അപ്പൊ നിങ്ങൾ ജൂൺ സൈക്കിൾ ഇത് സീരിയസ് ആയിട്ട് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസിന്റെ കാര്യം ഒന്ന് ആലോചിക്കുന്നത് നന്നാകും. ഞാൻ നിങ്ങളോട് ഇത് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധിച്ച് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷെ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന MCQസും PYQസിന് നമ്മൾ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും. ഓക്കെ, ഈ MCQസിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, PYQസിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട് 3 ഫുൾ ടെസ്റ്റ് ഉണ്ട്. ആ 3 ഫുൾ ടെസ്റ്റിനും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇത് അറ്റൻഡ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാർബോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് പറയാണ്. സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിനെ കണ്ടതുകൊണ്ട് ക്രിസ്റ്റലിന്റെ ഏറ്റവും അഫോർഡബിൾ പേപ്പർ 1 പ്രോഗ്രാം ആണ് 499 കിട്ടുന്ന ഈ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടെ സീക്ക് ചെയ്തുകൊണ്ടു. അത് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി നമ്മുടെ 7 days പ്രോഗ്രാം കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡിയർ സ്റ്റുഡൻസ്, ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ പ്രിപ്പറേഷൻ. കൺസിസ്റ്റൻസിക്ക് എന്താ വേണ്ടത്? നമ്മൾ ടീമുമായിട്ട് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ബി സ്മാർട്ട് മീനിങ് നിങ്ങൾ എന്താണ് എക്സാമിനേഷൻ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ബി കോൺഫിഡന്റ്. കോൺഫിഡന്റ് ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്മാർട്ട് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെസ് ഓർ നോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസിന്റെ റിവ്യൂ നിങ്ങൾ തരുന്നുണ്ടല്ലേ? താങ്ക് യു. ഫൈൻ. ഓക്കെ ഗൈസ്, താങ്ക് യു. നിങ്ങളുടെ ഒരു വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനിയും അപ്കമിംഗ് ഡേയ്സിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും വരും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാരിലോട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ, ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാക്സിമം ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത 7 ദിവസം അവർ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ആ ഒരു ഗൂഗിൾ ഫോം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത 7 days വി ആർ ടുഗദർ ആൻഡ് നമുക്ക് മാക്സിമം ഒരു അറ്റംപ്റ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ക്ലാരിറ്റി അനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 1 hour അതാണ് നമ്മൾ എടുത്തത്. അടുത്ത ദിവസത്തെ ക്ലാസ് മറക്കണ്ട. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ കോണ്ടന്റ് ആണ് വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാനും ശ്രമിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നേരത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് സീറ്റ് കിട്ടുള്ളൂ. അത് മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇന്ന് കുറെ ആൾക്കാർക്ക് അവസരങ്ങൾ കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ കണ്ടു, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.